വെൽക്കം ബാക്ക് ടു അച്ചൂസ് നാനോ വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിരുന്നൊരുക്കൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മാസം ആവും തോന്നുന്നു, 3 മാസമെങ്കിലും ആവും. പക്ഷെ അതിൻ്റെ ഇൻട്രോ എടുക്കുന്നത് ഇന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇൻട്രോ എടുക്കുന്നത് ഇന്നാണ്. അന്ന് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ വീഡിയോ എന്താ അന്ന് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മടി തന്നെയാണ് കാരണം. അപ്പം ഇന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ സ്റ്റോറേജ് കുറവാന്ന് കണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് എന്തായാലും ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാം, എന്നാലേ എനിക്കിനി അടുത്ത വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മടിയൊക്കെ മാറ്റി വെച്ച് ഇന്ന് അത് എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണം. പിന്നെ എൻ്റെ കണ്ണ് കണ്ടോ, ഇന്ന് കിത്തുവിൻ്റെ കളിപ്പാട്ടം കയറി കൊണ്ടതാ, മുറിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇനി ചേട്ടൻ വന്നിട്ട് വേണം പറയാൻ. മുറിഞ്ഞതാണെങ്കിൽ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് ആരെ കണിയണ്ടേന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ആ കണ്ണിൽ പണി കിട്ടി. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ മുറ്റത്തുനിന്ന് ഞാൻ വീട്ടിലോട്ട് കയറിയതേ ഉള്ളൂ, പടിയിൽ ഇങ്ങനെ കാല് വെച്ചതേ ഉള്ളൂ, ദാ കിടക്കുന്നു. ഇനി ഇന്നത്തെ ദിവസം ഇനി എത്ര വീഴ്ചയുണ്ടെന്നാ എന്തൊക്കെ കിട്ടുമെന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ വിരുന്നൊരുക്കൽ വീഡിയോ. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിരുന്നാണ്, നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന വിരുന്നാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ബാക്കിയുള്ള വീഡിയോസും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ. അനിയത്തി പഠിച്ചിട്ട് വന്നപ്പോൾ കേട്ടോ വിരുന്നിന് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പവും പൊറോട്ടയും പിന്നെ ബീഫ് ഫ്രൈ അല്ല ബീഫ് പെരട്ടും പിന്നെ ചിക്കൻ കറിയും പിന്നെ ഗുലാബ് ജാം, ഇത്രയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നായിരുന്നു, കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് രാവിലെ തന്നെ എത്തിയായിരുന്നു. അപ്പോഴാണ് കേട്ടോ കിത്തിന് വേണ്ടി ഓർഡർ ചെയ്ത ഒരു കളിപ്പാട്ടം വന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞു മൃഗങ്ങളുടെ കളിപ്പാട്ടമാണ് കേട്ടോ. കിത്തുവിനാണെങ്കിൽ ദിനോസർ വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ നേരത്തെ ദിനോസറിൻ്റെ ഇതുപോലത്തെ കുഞ്ഞു സാധനങ്ങൾ മേടിച്ചു കൊടുത്തായിരുന്നു. അതിപ്പം എവിടെ പോയെന്നോലും അറിഞ്ഞോണ്ട പിന്നെ രണ്ടാമത് മേടിച്ചതാ. കിത്തു ദിനോസറിനെ പറയുന്നത് തായ്ക്കോയി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കേട്ടോ അത് തായ്ക്കോയി മാറ്റി ദിനോസർ എന്ന് ആയി തുടങ്ങിയത്. കിത്തുവിന് ഇതുപോലത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ സന്തോഷം കാണണം കേട്ടോ. അവ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് താങ്ക് യു അച്ചു എന്നും അതുപോലെ തന്നെ താങ്ക് യു അച്ചാന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും. എന്നിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇതൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു 1 അല്ലെങ്കിൽ 2 ദിവസമേ കാണുള്ളൂ. 3ൻ്റെ അന്ന് ഇതിൽ ഓരോ കളിപ്പാട്ടം പല സ്ഥലത്തായിരിക്കും കേട്ടോ കാണണം. പിന്നെ ഇതൊക്കെ എനിക്ക് തപ്പിപ്പിടിച്ച് വയ്ക്കാൻ മാത്രമേ എനിക്ക് ജോലിയുള്ളൂ. കിത്തുവാണെങ്കിൽ ഇത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനിയത്തിയാണെങ്കിൽ ഇന്ന് വാങ്ങിച്ച ഗുലാബ് ജാമാണ് കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്. ആദ്യം ഞാൻ അവളെ വഴക്ക് പറഞ്ഞായിരുന്നു, എടി ഇന്നത്തേക്കുള്ളതാ നീ ഇങ്ങനെ കഴിച്ച് തീർക്കാതിരുന്ന്. അപ്പോഴത്തേക്ക് അനിയത്തി ഒരു വാ കൊണ്ട് എനിക്ക് വായി വെച്ച് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ കാണാതെ അടുത്ത് ഞാൻ ഒന്ന് പോയി എടുത്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീതേട്ടനും പോയി എടുത്തായിരുന്നു. ശ്രീതേട്ടൻ തന്നെ 2 എന്തോന്നോ കഴിച്ചെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത് വീണ്ടും ഗുലാബ് ജാം എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അമ്മയുടെ നിന്ന് വഴക്ക് കിട്ടിയായിരുന്നു. ലാസ്റ്റ് പിന്നെ അത് അവിടെ വെച്ച് നിർത്തി. കളിപ്പാട്ടം വെച്ച് കളിച്ച് ലാസ്റ്റ് കുഞ്ഞിയും കിത്തും അടിയായിട്ടോ. കിത്തുവിന് പുതിയ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അവ ആരെയും അത് തൊടിയിക്കില്ല. അവന് സ്വന്തം എന്ന് പറഞ്ഞിട്ട് അവ ഒറ്റയ്ക്കിരുന്ന് കളിക്കും. പിന്നെ അവന് ആ ഒരു ഇതിൻ്റെ മടുപ്പ് തോന്നുമ്പോൾ മാത്രമേ നമ്മളതിലൊക്കെ തൊടാൻ സമ്മതിക്കുള്ളൂ. ഒരു 3 മണി ആയപ്പോഴത്തേക്കും പാചകത്തിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ പോവുകയാണ്. സോദിയും ചന്തുചേട്ടനും ഒരു 8-8:30 മണിക്ക് അവർ വരുള്ളൂ. അപ്പം അതിന് മുമ്പ് എല്ലാം തയ്യാറാക്കി വയ്ക്കണം. ചിക്കനിലേക്ക് മസാല പുരട്ടി വയ്ക്കുകയാണ് കേട്ടോ അനിയത്തി. ഇതിൽ ചിക്കൻ വയ്ക്കുന്നത് അമ്മയാണ്. ഞാൻ ഇത് ചിക്കൻ കഴുകിയും ബീഫ് കഴുകിയൊക്കെ അമ്മയുടെ കൊടുക്കും. ബീഫ് വയ്ക്കുന്നത് വീണ ചേച്ചിയാണ്. പിന്നെ ബെറോട്ട വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീതേട്ടനാണ്. അപ്പം മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു. ഇന്നത്തെ ദിവസത്തെ മെയിൻ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ശ്രീതേട്ടൻ ബെറോട്ട അടിക്കുന്നതാണ് കേട്ടോ. എന്നു പറഞ്ഞാൽ ചേട്ടനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറിയാം. ചേട്ടൻ ഹോട്ടലിലായിരുന്നു പണ്ട് നിന്നിരുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വയ്ക്കാറിയാം. പക്ഷെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഈ പെറോട്ടയുടെ കാര്യം തന്നെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീത്ത് പെറോട്ട അടിക്കും എന്തോ ഒരു ടേസ്റ്റ് എന്നറിയാമോ, നല്ല നൈസാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ എനിക്ക് അത് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ കുട്ടി എന്ത് വെച്ചാലും ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് സോയാബീൻ കറി പോലെ വെച്ചായിരുന്നു, കറിയല്ല ഇങ്ങനെ പെരട്ട് പോലെയൊക്കെ വെച്ചായിരുന്നു. അയ്യോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ട് ശ്രീതേട്ട അന്നത്തെ പോലെ എനിക്കൊരു സോയാബീൻ കറിയൊന്നും വെച്ചുതരാമെന്ന്. ആര് കേൾക്കാൻ
ഒക്കെ ഇന്നേ വരെ കേട്ടിട്ടുമില്ല, ഇന്നേ വരെ വച്ച് തന്നിട്ടുമില്ല. ഈ ഒരു പെറോട്ട വയ്ക്കുന്നതിന് നിനക്ക് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഈ പെറോട്ട കഴിക്കാൻ സ്വാതിയും ചന്തുചേട്ടനും വിരുന്ന് വരേണ്ടി വന്നു. ഒന്നാമത്തെ കാര്യം ശ്രീധട്ടന് നല്ല മടിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ കുക്കിംഗ് ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ നാണക്കേടല്ലേ. അതുകൊണ്ടാണ് ഈ കുട്ടി മെയിനായിട്ട് എനിക്കൊന്നും ചെയ്തു തരാത്തത്. ഇനി അഥവാ എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്ത് തരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആടാ, നാളെ മുതൽ നീ തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ അവൻ്റെ തലയിൽ വെച്ചാലോ എന്ന് പേടിച്ചിട്ടാണോ എന്തോ അവൻ ഇതൊന്നും ചെയ്തു തരാത്തത്. പക്ഷെ ചില സമയത്ത് നല്ല ഹാപ്പി മൂഡിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അവർ പറഞ്ഞതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ശ്രീധട്ടൻ പൊറോട്ട അടിക്കുന്നതും ആ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ആ ടൈമിൽ ഞാൻ കുളിക്കാനും പിന്നെ വീട് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിലോട്ട് പോയായിരുന്നു. അനിയത്തിയോട് പറഞ്ഞതാ, പക്ഷെ അവളും മറന്നു പോയായിരുന്നു. ഇനി ഒരു ദിവസം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അങ്ങനെ ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് സ്വാതിയും ചന്തുചേട്ടനും വീട്ടിലേക്ക് വന്നായിരുന്നു. പിന്നെ സ്വാതിയുടെ അമ്മയും അച്ഛനും, പിന്നെ അല്ലാണ്ട് ഇതാ ഈ ഒരു ശ്രീകുട്ടനും, പിന്നെ അല്ലാണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സും ചേട്ടൻ്റെ അമ്മയും അച്ഛനും അനിയനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു 9:30 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബായ്.